ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർ കെ നെക്സ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം GR സാറാണ്. സോ എൻ്റെ എല്ലാ +1 കുട്ടികൾക്കും നമ്മുടെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ പഠിക്കാൻ ഡിഫിക്കൽട്ട് അല്ല, പക്ഷേ ആ ഒരു സാധനം മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞ ഭാഗം. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിന്റെ കറക്റ്റ് കോൺസെപ്റ്റ് പിടികിട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാം. സോ പ്രൊജക്ടൈൽ മോഷൻ എന്താണ്? പ്രൊജക്ടൈൽ മോഷൻ, ഈ പ്രൊജക്ടൈൽ മോഷനിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ? ആരൊക്കെയോ സീറോ ആവുന്നു, ആരൊക്കെയോ കോൺസ്റ്റന്റ് ആവുന്നു, എന്തിനൊക്കെയോ ആക്സിലറേഷൻ ഉണ്ട് എന്നൊക്കെ എന്റെ മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോവാം. റെഡി? സോ പ്രൊജക്ടൈൽ മോഷൻ ഇനീഷ്യലി എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് വെച്ചാൽ അല്ലെ, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ എ ബോഡി ഈസ് ത്രോൺ വിത്ത് an initial velocity and then allowed to move under the influence of gravity, then the motion is said to be a projectile. സോ ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ബോഡി, എന്താ ഒരു കല്ലാണെങ്കിൽ ഒരു കല്ല്, അല്ലെങ്കിൽ ബോൾ ആണെങ്കിൽ ബോൾ, എന്തോ ഒരാൾ നമ്മൾ എന്ത് ചെയ്യാണ്, ത്രോ ചെയ്യാണ്, എറിയാണല്ലേ. സോ എറിയുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്ത് ചെയ്യാണ്, നമ്മളതിനെ പ്രൊജക്ട് ചെയ്യാണ്, എറിയാണ്. റെഡി? സോ എറിയാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നു. ബാക്കി എല്ലാ പരിപാടിയും, ബാക്കി അതിന്റെ മോഷനെ കംപ്ലീറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാ, നമ്മുടെ ഗ്രാവിറ്റിയാണ്. സോ ഇനീഷ്യലി നമ്മൾ വെലോസിറ്റി കൊടുത്ത് ത്രോ ചെയ്യുന്നു, ബാക്കി എല്ലാ പരിപാടികളും, ആ കല്ലിന്റെ മുകളിലേക്കുള്ള ബാക്കി എല്ലാ ഇൻഫ്ലുവൻസും കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ ഗ്രാവിറ്റി ആണെങ്കിൽ അത്തരം മോഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൊജക്ടൈൽ മോഷൻ അല്ലെ, പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കും. റെഡി? സോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് 3ഓളം ഡെറിവേഷനും അല്ലെ, അത് നമുക്ക് ക്വസ്റ്റ്യനും ഒക്കെ നമ്മുടെ എക്സാമിന് നമ്മൾ ചെയ്തതാണ്, അതേപോലെ ചെയ്യാനുള്ളതാണ്, ഇനിയും കൂടുതൽ നമുക്ക് ചെയ്യേണ്ടതുമാണ്. റെഡി അല്ലേ? ഇപ്പൊ അത് എൻട്രൻസിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു കാര്യത്തിന് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യണം, ഒരു ഐഡിയ വേണം. റെഡി ആണല്ലോ? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ എന്താണ് ഡെഫിനിഷൻ? എ ബോഡി ഈസ് ത്രോൺ വിത്ത് an initial velocity and then allowed to move under the influence of gravity, then the motion is said to be a projectile motion. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അതിന്റെ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ കല്ലിങ്ങനെ മുകളിലേക്ക് എറിയാണല്ലേ. സോ കല്ല് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രാവിറ്റി എന്ത് ചെയ്യും, താഴേക്ക് പിടിച്ചു വലിക്കും. അപ്പൊ അതിന്റെ മോഷൻ മെല്ലെ ഇങ്ങനെ ഗർവായി എന്ത് ചെയ്യും, താഴേക്ക് വന്ന് വീഴുകയും ചെയ്യും. റെഡി ആണല്ലോ? നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തുകൊണ്ടാണ് ആൾക്ക് മുകളിലേക്ക് പോകാനുള്ള സംഭവം കിട്ടിയ അല്ലെ, ആ ഒരു മൊമെന്റം അല്ലെങ്കിൽ ആ ഒരു വെലോസിറ്റി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ആ വെലോസിറ്റിയിൽ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മളെ ഗ്രാവിറ്റി പിടിച്ച് താഴോട്ട് വലിക്കുകയാണ്. സോ ഇങ്ങനെ പോയിട്ട് വീഴും. സോ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ വന്ന് വീഴുന്നു എന്ന് വെച്ചാൽ ഏത് പാത്താണ്, പാരബോളിക് പാത്ത്. റെഡി അല്ലേ? സോ ഇങ്ങനെ ഒരു പാരബോളിക് പാത്താണ് എന്തിനുണ്ടാവുക, നമ്മുടെ ഒരു പ്രൊജക്ടൈൽ മോഷൻ ഉണ്ടാവുക. റെഡി അല്ലേ? സോ പാരബോളിക് പാത്ത് ആയിരിക്കും. റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. സോ പാരബോളിക് പാത്ത്. റെഡി അല്ലേ? സോ ഇതേപോലെ ഒരു പാരബോളിക് പാത്ത് ആണ് എന്തുണ്ടാവുക, നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ ഉണ്ടാവുക. റെഡി അല്ലേ? നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങനെയല്ലേ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നത് അല്ലേ. നമ്മൾ കല്ലെറിയുമ്പോ ഇങ്ങനെ എറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ കല്ലെറിയുമ്പോൾ എന്താ ചെയ്യാ, നേരെ എറിയും അല്ലെ. സോ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാ, ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റിയുടെ ആ ഒരു കമ്പോണന്റ് ഉള്ളത്. കമ്പോണന്റ് അല്ല, നമ്മുടെ ആ വെലോസിറ്റി കിടക്കുന്നത്. റെഡി ആണല്ലോ? അതാണ് നമ്മൾ യു, ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്തത്. ആ ഇനീഷ്യൽ വെലോസിറ്റി നമ്മുടെതാ ഈ ഒരു ഹൊറിസോണ്ടലുമായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിലല്ലേ കിടക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ അല്ലെ, ആ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് സാർ ഇതാ ഇവിടെ വരച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ ആംഗിൾ നമുക്ക് എന്ത് വിളിക്കാം, തീറ്റ എന്ന് വിളിക്കാം. എന്താ വിളിച്ചത്, തീറ്റ എന്ന് വിളിച്ചു. സോ ഒരു ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, യു വെച്ചിട്ട് നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് മുകളിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് കാരണം താഴേക്ക് വന്ന് വീഴുകയാണ്. സോ പാരബോളിക് പാത്തിലാണ് അത് പോകുന്നത് അല്ലെ. സോ പാരബോളയാണ് ഇതിന്റെ പാത്ത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പാരബോളയാണ് ഇതിന്റെ പാത്ത് വരിക അല്ലെ. സോ പാത്ത് എന്താണ്, പാരബോളയാണ്. സോ പാത്ത് പാരബോളയാണ്, അതെല്ലാവർക്കും അറിയാം. റെഡി അല്ലേ? അപ്പൊ എന്തുണ്ട്, നമ്മൾ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ അതിനെ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. റെഡി അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ അറിയോ, ഞാൻ ആ കൊടുത്ത ഇനീഷ്യൽ വെലോസിറ്റിയെ ഞാൻ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഒരു വെർട്ടിക്കൽ കമ്പോണന്റും. ഇതാണ് ഞാൻ കൊടുത്ത ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇതാണ് ഞാൻ കൊടുത്ത വെർട്ടിക്കൽ കമ്പോണന്റ് എങ്കിൽ ഞാൻ എനിക്ക് എങ്ങനെ പറയാം, തീറ്റയുടെ അഡ്ജസന്റ് ആയിട്ടുള്ള ഈ കമ്പോണന്റ് എന്തായിരിക്കും,
നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന ആളുടെ കോസ് തീറ്റ ആയിരിക്കും. ഇതെന്നെ മക്കൾ പഠിച്ചു വെച്ചോളാം. തീറ്റയ്ക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണെങ്കിൽ ആ റെക്ടാങ്കുലർ കമ്പോണന്റ് സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്റെ മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സോ അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു തീറ്റ എന്ന് പറഞ്ഞ ആ ഒരു ആംഗിളിന്റെ അഡ്ജസന്റിലുള്ള കമ്പോണന്റ് ആണെങ്കിൽ അതിന്റെ കൂടെ ആര് വരണം, കോസ് കമ്പോണന്റ് വന്നിരിക്കണം. സോ യുവിന്റെ കോസ് തീറ്റയാണ് ഇവിടെ വരിക. ഇത് അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലേ. സോ ഇതാരാണ്, യു സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ യു കോസ് തീറ്റയും യു സൈൻ തീറ്റയുമായിട്ട് നമ്മൾ ആളെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇനി മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാവില്ല. റെഡി അല്ലേ? അപ്പൊ യു കോസ് തീറ്റയും യു സൈൻ തീറ്റയുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ യു കോസ് തീറ്റയ്ക്കും യു സൈൻ തീറ്റയ്ക്കും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ്. നമ്മൾ സാധാരണ അല്ലെ, നമ്മൾ നോർമൽ കേസുകൾ നമ്മൾ പറയുന്ന സമയത്ത് അല്ലെ, അല്ലെ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെ വെലോസിറ്റി 0 ആണെന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഈ ടോപ്പ്, അത് ഉറപ്പാണ്, നമ്മുടെ ഈ കല്ല് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ വെലോസിറ്റി ഒരു ചെറിയ സെക്കൻഡ് അല്ലെ, എത്രയും മൈന്യൂട്ട് സെക്കൻഡ് അത് 0 ആവുന്നുണ്ട് നമുക്കറിയാം. അറിയൂലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം അതിൽ ഈ യു കോസ് തീറ്റയാണോ യു സൈൻ തീറ്റയാണോ 0 ആവുന്നത് എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കമ്പോണൻസ് എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാം. സോ നമ്മൾ അതിന്റെ പാത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് റെസൊല്യൂട്ട് ചെയ്ത് വെച്ച കാര്യം എന്റെ മക്കൾക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്തതിലേക്ക് പോവാം. അടുത്തത് എന്താണ്, നമ്മുടെ വേരിയേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. ഇത് കണ്ടാൽ ഇതിന്റെ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിയും. നോക്കിക്കേ, ഞാൻ എന്താ ആ ഒരു ഫിഗർ ഞാൻ ഒന്നുകൂടെ ഇവിടെ നിന്ന് വരയ്ക്കാൻ പോവാണേ, ശ്രദ്ധിക്കണേ. യെസ്, ഇതാ നോക്കിക്കേ, ഞാൻ ആ പാരബോളിക് പാത്ത് ഒന്ന് ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത ഇനീഷ്യൽ വെലോസിറ്റി തൽക്കാലം അത് വരയ്ക്കുന്നില്ല, അതിന്റെ കമ്പോണന്റ് മാത്രം ഞാൻ അവിടെ മാർക്ക് ചെയ്യാണ്. ഞാൻ കൊടുത്ത ഇനീഷ്യൽ വെലോസിറ്റിയുടെ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? ഇത് യു കോസ് തീറ്റ അല്ലായിരുന്നോ? അതെ. ഇത് യു സൈൻ തീറ്റ അല്ലായിരുന്നോ? അതെ, ഇത് യു സൈൻ തീറ്റയാണ്. ഈ ബോഡി ഇനീഷ്യലി ഞാൻ കൊടുത്തത് എന്താണ്, ഇനീഷ്യലി ഞാൻ കൊടുത്ത വെലോസിറ്റിയുടെ ഒറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റയുമാണ്. യു സൈൻ തീറ്റയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി ഇതാ ഇവിടെ എത്തി. ആ സമയത്ത് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഒരു മാറ്റവും ഇല്ല, സെയിം, ഒരു മാറ്റവും ഇല്ല. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായി, കുറച്ചൊന്ന് കുറഞ്ഞു. റെഡി അല്ലേ? എന്ന് വെച്ചാൽ എക്സ് കമ്പോണന്റ്, അതാണല്ലോ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, എക്സ് കമ്പോണന്റ് അല്ലേ. ഇതെല്ലാം നമ്മുടെ എക്സ് ആക്സിസ്, ഇതെല്ലാം നമ്മുടെ വൈ ആക്സിസ്. സോ ഇതെന്താണ്, എക്സ് കമ്പോണന്റ് ആണ്. ഇതാ യു അല്ലെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ വൈ കമ്പോണന്റ് ആണ്. വൈ കമ്പോണന്റ് കുറച്ച് കുറഞ്ഞു. അപ്പൊ മുകളിൽ എത്തിയപ്പോഴും അല്ലെ, അതിന്റെ പാത്ത് ഇവിടെ എത്തിയ സമയത്തും ഹൊറിസോണ്ടൽ സെയിം വെലോസിറ്റി ഉണ്ട്, പക്ഷെ വെർട്ടിക്കൽ എന്തായി, അതൊന്ന് കുറഞ്ഞു. റെഡിയാണല്ലോ. ഇനി ആ ബോഡി ഇതാ ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ. ഇവിടെ എത്തിയ സമയത്തും അവിടെയും എക്സ് കമ്പോണന്റ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. പക്ഷെ വൈ കമ്പോണന്റ് പിന്നെയും ചെറുതായി, ഇത് യു വൈ ആയി. കണ്ടില്ലേ? വെർട്ടിക്കൽ എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് പോകുന്തോറും. റെഡിയാണല്ലോ. പക്ഷെ സ്റ്റിൽ അവിടെ എന്തുണ്ട്, എക്സ് കമ്പോണന്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കല്ല് മുന്നോട്ട് അല്ലെ. നിങ്ങൾ ആലോചിച്ച്, കല്ല് ഏറ്റവും മുകളിൽ പോയിട്ട് അവിടുന്ന് താഴോട്ട് വീഴാണോ? അത് മുന്നോട്ടേക്ക് പോകുന്നില്ലേ? അത് മുന്നോട്ടേക്കുള്ള മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? എങ്കിൽ അവിടെ എന്തുണ്ട്, മുന്നോട്ടേക്കുള്ള മോഷനെ സഹായിക്കുന്ന കമ്പോണന്റ് ഏതാണ്? ഈ എക്സ് കമ്പോണന്റ് ആണ്. അത് അതിന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ കല്ല് ഏറ്റവും ടോപ്പിലെത്തിയാലും എക്സ് കമ്പോണന്റ് അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു മാറ്റവും സംഭവിക്കില്ല. പക്ഷെ അവിടെ എന്തായി, വൈ കമ്പോണന്റ് അവിടെ 0 ആയി. എന്റെ മക്കളെ 0 ആയി. റെഡി? ഈ താഴോട്ടേക്ക് വരുന്ന സമയത്തും ഇത് തന്നെ സംഭവിക്കുക അല്ലെ. കല്ല് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ് കമ്പോണന്റ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, വൈ കമ്പോണന്റ് കുറച്ച് എന്ത് ചെയ്യും, കൂടി വരും. ഓക്കെ, വൈ കമ്പോണന്റ് കൂടി വരാൻ പോവാണേ. ആൻഡ് കുറച്ചുകൂടി താഴെ എത്തി, എക്സ് കമ്പോണന്റ് അങ്ങനെ തന്നെ, വൈ കമ്പോണന്റ് കുറച്ചുകൂടെ കൂടി. റെഡി? ആൻഡ് ഞാൻ തൊടാനാ സമയത്ത് എക്സ് കമ്പോണന്റ് അങ്ങനെ തന്നെ, പക്ഷെ വൈ കമ്പോണന്റ് കുറച്ചുകൂടി അധികമായി അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മുകളിലേക്ക് പോകും തോറും എക്സ് കമ്പോണന്റ് സെയിം ആണ്, വൈ കമ്പോണന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടോപ്പിലെത്തിയ സമയത്ത് എക്സ് കമ്പോണന്റ് അങ്ങനെ തന്നെ, വൈ കമ്പോണന്റ് 0 ആയി. താഴോട്ട് വീഴുന്ന സമയത്ത് എക്സ് കമ്പോണന്റ് അങ്ങനെ തന്നെ, വൈ കമ്പോണന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ? അപ്പൊ അതിന്റെ കമ്പോണന്റ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് വരച്ചിട്ടുണ്ട്, അതിന്റെ വെലോസിറ്റി അല്ലെ. അത് ഏതൊക്കെ, എക്സ് കമ്പോണന്റ് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വരച്ചിട്ടുണ്ട്, വെർട്ടിക്കൽ വെലോസിറ്റിന്റെ മാറ്റങ്ങളും നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
റെഡിയാണല്ലോ? അപ്പൊ എന്റെ കുട്ടികൾ മനസ്സിലാക്കിക്കോ, ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് ഏത് വെലോസിറ്റിയാണ് 0 ആയിട്ട് മാറുന്നത്? ഒരു സംശയമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, വെർട്ടിക്കൽ വെലോസിറ്റി ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? 0 ആയിട്ട് മാറുന്നത്. സ്റ്റിൽ അവിടെ ആരുണ്ട്? നമ്മുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. റെഡിയാണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. അത് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഗ്രാഫിക്കലി ആ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് നോക്കിയേ, എന്താ ഗ്രാഫിക്കലി ഈ രണ്ടാൾക്കാരെ പറയാൻ പോവാണ്. സോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി ആണ്. സോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഹൊറിസോണ്ടൽ തന്നെ പറയാം. നോക്കിയേ, ഹൊറിസോണ്ടൽ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ? റെഡി? ഓക്കെ, ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി എക്സും വൈയും നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആൾക്കാരായിട്ട് പറയാം. നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിട്ട് പറഞ്ഞൂടെ? യെസ്. അപ്പൊ എന്ത് ചെയ്യാം? ഇത് നമ്മുടെ ടൈം ആക്സിസ് ആണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ആരാ ഹൊറിസോണ്ടൽ കമ്പോണന്റ്? യു കോസ് തീറ്റ അല്ലേ? അപ്പൊ യു കോസ് തീറ്റയുടെ മാറ്റം ഞാൻ എന്ത് ചെയ്യാണ്? റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ഒറിജിനോ അല്ലേ? നമുക്കറിയാം എക്സ് കമ്പോണന്റ് എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടോടാ? ഫുൾ സെയിം അല്ലേ? എല്ലാ സമയത്തും ആ പ്രൊജക്ടൈൽ തുടങ്ങി അല്ലെ, പ്രൊജക്ടൈൽ തുടങ്ങി അവസാനിക്കുന്നവരെ എക്സ് കമ്പോണന്റ് സെയിമാ. എന്ന് വെച്ചാൽ എക്സ് കമ്പോണന്റിന് മാറ്റമില്ല എന്ന് വെച്ചാൽ അതെന്താണ്? കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ഇങ്ങനെ പോകും, വെലോസിറ്റിയിൽ മാറ്റമില്ല, കോൺസ്റ്റന്റ് വെലോസിറ്റിയാ. പക്ഷെ ആര് മാറും? യെസ്, നമ്മുടെ വെർട്ടിക്കൽ വെലോസിറ്റി അവിടെ മാറാൻ പോവാണ് അല്ലെ? വെർട്ടിക്കൽ വെലോസിറ്റി അവിടെ എന്ത് ചെയ്യാൻ പോവാണ്? മാറാൻ പോവാണ്. ആ കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വരയ്ക്കാം. ഞാൻ നേരത്തെ ചെയ്തപ്പോൾ തന്നെ വെലോസിറ്റി ടൈം ആണ്. സോ ഇത് ടൈം ആണ്. ഏത് വെലോസിറ്റി ആണ് ഇത്? വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. റെഡി അല്ലേ? വെർട്ടിക്കൽ വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് ഞാൻ നല്ലൊരു വെലോസിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ? അത് മുകളിലേക്ക് പോകും തോറും ആ വെലോസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. കുറഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ആളെന്തായിട്ട് മാറി? 0 ആയിട്ട് മാറിയില്ലേ? ഇനി അത് താഴേക്ക് വീഴുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി കൂടും. അപ്പൊ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരയ്ക്കാൻ ടെൻഡൻസി ഉണ്ടാവും. അങ്ങോട്ട് വരയ്ക്കുന്ന എന്തിന്റെ അകത്താ? സ്പീഡ് ടൈം ഗ്രാഫാ. ഇവിടെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് എടുക്കുന്നത്. വെലോസിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ട്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ വെലോസിറ്റി ഇങ്ങനെ കൂടിപ്പോയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് എന്ത് വരിക? നമ്മുടെ വെർട്ടിക്കൽ വെലോസിറ്റിയുടെ ആ ഒരു വേരിയേഷന്റെ ഗ്രാഫ് വരുന്നത്. സോ ഈ ഗ്രാഫ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഗ്രാഫ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോ. ഈ ഗ്രാഫുകൾ ചോദിക്കും. യു കോസ് തീറ്റയുടെ ഗ്രാഫും യു സൈൻ തീറ്റയുടെ ഗ്രാഫും എങ്ങനെയാണ് ഉണ്ടാവുന്ന കാര്യം എന്ത് ചെയ്യുക? എന്റെ മക്കള് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. റെഡി അല്ലേ? അപ്പൊ ഈ ഗ്രാഫ് കറക്റ്റ് ആണ്. നമ്മളുടെ യു കോസ് തീറ്റ എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. യു സൈൻ തീറ്റ എന്ന് പറഞ്ഞ വെർട്ടിക്കൽ കമ്പോണന്റ് കോൺസ്റ്റന്റ് ആക്സിലറേഷനുമാണ്. കാരണം നമ്മുടെ ഗ്രാഫ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. എങ്കിൽ അതിന് എന്തുണ്ട്? ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ട്. റെഡി അല്ലേ? സോ ആ കാര്യമാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന്, ഈ ഒരു പ്രൊജക്ടൈൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ്. എന്താണ്? ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഹാവ് കോൺസ്റ്റന്റ് വെലോസിറ്റി. ആരാടാ? കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. ആൻഡ് ദി വെർട്ടിക്കൽ കമ്പോണന്റ് ഹാവ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. എന്ന് വെച്ചാൽ വെലോസിറ്റി മാറുന്നുണ്ട്. റെഡിയാണല്ലോ? യെസ്, സെറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഒരു പ്രൊജക്ടൈൽ മോഷനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലോണം മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഈ കാര്യം എന്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ട് എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.